വിദേശത്തുള്ള ബന്ധം ഒടുവിൽ ഒരുമിച്ച് ജയിലിലേക്ക്. കയ്പമംഗലത്തെ കൊലപാതകത്തിന് ചുക്കാൻ പിടിച്ചവർ തമ്മിൽ വിദേശത്ത് വെച്ചാണ് സുഹൃത്തുക്കളാകുന്നത്. കണ്ണൂർ സ്വദേശി സലീമും തൃശൂർ സ്വദേശി ദിലീപും വിദേശത്ത് ഒരേ മുറിയിലാണ് കഴിഞ്ഞിരുന്നത്. സലീം പണം നഷ്ടപ്പെട്ട സാദിഖിന്റെ ബന്ധുവാണ്. ദിലീപ് മുഖേനയാണ് പടിഞ്ഞാറെ വെമ്പലൂരുള്ള മുത്തുവെന്ന ധനേഷുമായി കണ്ണൂർ സംഘം ബന്ധപ്പെടുന്നത്. ദിവസവും സമയവും ഉറപ്പിച്ച ശേഷമാണ് കോയമ്പത്തൂരിൽ നിന്ന് അരുണിനെയും കൊല്ലം ചവറയിൽ നിന്ന് ശശാങ്കനെയും സാദിഖ് പാലിയേക്കരയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. രണ്ടുപേരെയും കൂട്ടി കല്ലൂരിലുള്ള റബ്ബർ കാടുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ഇരുമ്പുവടി, സ്റ്റീൽ എന്നിവ ഉപയോഗിച്ച് മുത്തുവാണ് മർദ്ദനം തുടങ്ങിയത്. പണത്തിനു വേണ്ടിയുള്ള മർദ്ദനം മണിക്കൂറുകളോളം നീണ്ടു. സമയം ഇരുട്ടുന്നതിന് മുൻപ് കാറിൽ കയറ്റി ഇരുവരെയും മുത്തുവിന്റെ പടിഞ്ഞാറെ വെമ്പല്ലൂർ അസ്മാബി കോളേജ് പരിസരത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നു. വെള്ളം പോലും കൊടുക്കാതെയാണ് മർദ്ദിച്ചിരുന്നത്. മുത്തുവിന്റെ വീട്ടിൽ വെച്ചും മർദ്ദനം തുടരുകയായിരുന്നു. അധികം താമസിക്കാതെ അരുൺ അബോധാവസ്ഥയിലേക്ക് മാറി. അരുണിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കാറിൽ കയറ്റിയപ്പോൾ ശശാങ്കൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരുൺ മരിച്ചെന്നു ഉറപ്പിച്ചതോടെ മൃതദേഹം വഴിയിൽ തള്ളാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംഘം. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ വെച്ച് തട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടെ വഴിയാത്രക്കാർ കണ്ടതോടെ സംഘം ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആംബുലൻസിൽ അരുണിനെ കയറ്റിയിട്ടും ഇവരാരും ആംബുലൻസിൽ കയറാതിരുന്നത് ആംബുലൻസ് ഡ്രൈവർക്ക് സംശയമായി. ആംബുലൻസ് ഡ്രൈവർ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ വിളിച്ചറിയിച്ചു. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ആംബുലൻസ് ഡ്രൈവർ വാഹനത്തിന്റെ പടം മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഇതേസമയം ഓടി രക്ഷപ്പെട്ട ശശാങ്കൻ ആക്രിക്കടയിൽ അഭയം പ്രാപിക്കുകയും അവിടെ നിന്ന് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മതിലകം പോലീസ് ശശാങ്കനെ മതിലകം സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. അരുണിനെ ആശുപത്രിയിൽ വെച്ച് പരിശോധിച്ച ഡോക്ടർ മരണം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞെന്നറിയിച്ചപ്പോഴും കാറിലുണ്ടായിരുന്ന സംഘം ആശുപത്രിയിൽ എത്തിയിരുന്നില്ല. ഇതിനിടയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ശശാങ്കനെ അരുണിന്റെ ചിത്രം കാണിച്ചപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത്. 200 കോടി രൂപ ലാഭമുണ്ടാക്കാൻ വേണ്ടി സാദിഖ് നൽകിയ 5 ലക്ഷത്തിനു വേണ്ടിയാണ് ഒരാളെ പച്ചയ്ക്ക് ഇരുമ്പുവടികളും മറ്റും ഉപയോഗിച്ച് മർദ്ദിച്ചു കൊന്നത്. പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങൂ ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ. ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC, സ്റ്റവ്, ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ. കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ. തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം. വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവൽക്കടവ്, കൊടുങ്ങല്ലൂർ.